ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൈറ്റ് ഓഫ് സാൽവേഷൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് കർത്താവിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ വിലയേറിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം മക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ വാഗ്ദത്തവും ദൈവം നൽകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതെല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ഉവ് എന്നും ആമേൻ എന്നും ആകുന്നു എന്ന്. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അതിൻ്റേതായ സ്വഭാവം ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ ചില സ്വഭാവങ്ങളെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അതിനാധാരമായി ഞാൻ എടുക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അതിപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ട് എങ്കിലും അവനിൽ ഉവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഓരോ വചനവും ഓരോ വാഗ്ദത്തങ്ങളും അത് എല്ലായ്പ്പോഴും ഉവ് എന്നും ആമേൻ എന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒന്നാമതായി, ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നാം താഴേക്ക് വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു. 15-ാം അധ്യായം 1-ാമത്തെ വാക്യം അതിങ്ങനെ പറയുന്നു, അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമേശുക്കുകാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകും എന്ന് അബ്രഹാം പറഞ്ഞു. ഇവിടെ ദൈവം അബ്രാമിന് ഒരു വാഗ്ദത്തം നൽകുന്നു. അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അത് കേൾക്കുമ്പോൾ ദൈവത്തോട് അബ്രഹാം ചോദിക്കുന്നു, ദൈവമേ, അങ്ങ് എനിക്ക് എന്ത് നൽകും? കാരണം എനിക്ക് അങ്ങ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അനുഭവിപ്പാൻ ഒരു സന്തതി ഇല്ല. അതിന് മറുപടിയായി ദൈവം പറയുകയാണ്, അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന യഹോവയുടെ അരുളപ്പാട് അവന് ഉണ്ടായി. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്ത് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഇവിടെ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം പല പ്രാവശ്യമായി ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാം ദൈവം നൽകിയ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു എന്ന്. ഒന്നാമതായി, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം പറയുമ്പോൾ അബ്രഹാം അത് വിശ്വസിക്കുന്നു, അത് ദൈവം അവന് നീതിയായി കണക്കിടുന്നു. എന്നാൽ അബ്രഹാം എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യനത്രേ. അബ്രഹാമിന് തൻ്റെ ഹൃദയത്തിൽ സംശയമുണ്ടാകുന്നു. ദൈവം ആണ് വാഗ്ദത്തം നൽകിയത്, ദൈവമാണ് തന്നോട് സംസാരിച്ചിരിക്കുന്നത്, ദൈവമാണ് തനിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. എങ്കിലും അബ്രഹാം ദൈവത്തോട് വീണ്ടും ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നു, കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. അബ്രഹാം ചോദിക്കുക, ദൈവമേ, അങ്ങ് എന്നോട് പറഞ്ഞ ഈ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ എന്തൊന്നിനാൽ നിറവായി വരും, അല്ലെങ്കിൽ എനിക്ക് അതെങ്ങനെ ഉറപ്പാക്കുവാൻ കഴിയും? അതിന് മറുപടിയായി ദൈവം അവിടെ പറയുകയാണ്, അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയെ ഒക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന ഭാഗങ്ങളെ നേർക്കുനേരെ വച്ചു. പക്ഷിയെയോ അവൻ പിളർന്നില്ല. ഇവിടെ കാണുന്നത്, ദൈവം അബ്രഹാമിനോട് പറയുക, നീ ചെയ്യേണ്ടത് ഒരു കുറുംപ്രാവിനെ, ഒരു പ്രാവിൻ്റെ കുഞ്ഞിനെ, അതുപോലെ ഒരു ആടിനെ, ഒരു പശുവിൻ്റെ കിടാവിനെ, ഇവയും ഒക്കെയും എടുത്ത് ഇതിനെ 2ആയി പിളർന്ന് അതിൻ്റെ കഷ്ണങ്ങളെ ഒന്നിന് മുഖാമുഖമായി വയ്ക്കുക. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുകയില്ല. ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണം എങ്കിൽ നമുക്ക് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അബ്രഹാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 2 വ്യക്തികൾ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ അവർ ചെയ്തിരുന്നത്, അവരുടെ സമ്പത്തിന് ഒത്തവണ്ണം മൃഗത്തെയോ പക്ഷികളെയോ എടുത്ത് അതിനെ കൊണ്ടുവന്ന് 2ആയി മുറിച്ച് അതിൻ്റെ ഭാഗങ്ങൾ 2 ഭാഗത്തായി വയ്ക്കും.
എന്നിട്ട് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾ ഈ രണ്ട് ശരീരങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളുടെയും നടുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നീങ്ങും. അവർ നടന്നു നീങ്ങുമ്പോൾ പറയുന്നത് ഇപ്രകാരമാണ്: ഇന്ന് ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്യുന്നു. ഈ ഉടമ്പടിക്ക് ഞാൻ വീഴ്ച വരുത്തുന്നു എങ്കിൽ ഈ പക്ഷിയുടെ അല്ലെങ്കിൽ ഈ മൃഗത്തിൻ്റെ അവസ്ഥ എനിക്ക് വരുമാറാകട്ടെ. രണ്ടാമത്തെ വ്യക്തിയും അപ്രകാരം തന്നെ ചെയ്യും. അതിൻ്റെ നടുവിലൂടെ, ആ ശരീരത്തിൻ്റെ നടുവിലൂടെ നടന്ന ശേഷം പറയുന്നു: ഞാൻ ഈ നിങ്ങളോട് ചെയ്യുന്ന ഈ ഉടമ്പടിക്ക് വീഴ്ച വരുത്തുന്നു എങ്കിൽ ഈ പക്ഷിയുടെ അല്ലെങ്കിൽ ഈ മൃഗത്തിൻ്റെ അവസ്ഥ എനിക്ക് വരുമാറാകട്ടെ. അബ്രഹാമിനോട് ദൈവം പറയുന്നത് അത് അപ്രകാരം തന്നെ നീ ഈ പക്ഷിയുടെയും മൃഗത്തിൻ്റെയും ശരീരത്തെ രണ്ടായി പിളർന്നു വയ്ക്കുക. അവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, അബ്രഹാം അപ്രകാരം ചെയ്ത ശേഷം രാവിലെ മുതൽ വൈകുന്നേരം വരെയും അടുത്ത ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്നു. സന്ധ്യയായപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന അന്ധതമസ് അവൻ്റെ മേൽ വന്നു. അബ്രഹാം ഭീതിയുള്ളവനായി, പേടിയുള്ളവനായി തീർന്നു. ആ സമയത്ത് വീണ്ടും ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു. അതിനുശേഷം 17-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രാഹാമിനോടൊരു നിയമം ചെയ്തു: നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെരുസ്യർ, റെഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗേസ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുൾ ചെയ്തു. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് ആ പുകയുന്ന ചൂള അല്ലെങ്കിൽ അഗ്നിനാളം സൂചിപ്പിക്കുന്നത്. ഇവിടെ സാധാരണ മനുഷ്യനാകുന്ന അബ്രഹാമിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായി അബ്രഹാമിന് എപ്രകാരം ആണോ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അഥവാ മനുഷ്യൻ്റെ ഭാഷയിൽ തന്നെ ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നു. അവിടെ ദൈവം ചെയ്യുന്നത് ആ തീച്ചൂളയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നിട്ട് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു: ഇന്ന് ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവം അബ്രഹാമിനോട് പറയുന്നത്: അബ്രഹാമേ, ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്ന ഈ ഉടമ്പടിക്ക് വീഴ്ച വരുന്നു എങ്കിൽ ഈ പക്ഷികളുടെ അല്ലെങ്കിൽ ഈ മൃഗത്തിൻ്റെ അവസ്ഥ എനിക്ക് വരുമാറാകട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം ആത്മാവാകുന്നു. എന്നാൽ ദൈവം ഒരുപക്ഷെ അബ്രഹാമിനോട് ഇപ്രകാരമാണ് പറയുന്നത്: അബ്രഹാമേ, എനിക്ക് മരണം വരിക എന്നുള്ളത് അസാധ്യം ആയിരിക്കുന്നത് പോലെ നിന്നോട് ഞാൻ ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മാറുക എന്നുള്ളത് അസാധ്യം അത്രേ. ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്ന ഓരോ ഉടമ്പടിയും, നിന്നോട് പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും അത് തീർച്ചയായും നിറവേറുക തന്നെ ചെയ്യും. ആത്മാവാകുന്ന ദൈവത്തിന് മരണം ഇല്ലാത്തതുപോലെ ദൈവം നമ്മോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ഒരു നാളും മാറ്റം വരികയില്ല. അതായത് ദൈവത്തിൻ്റെ സ്വഭാവത്തോട് ചേർന്നിരിക്കുന്നു ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തം. ദൈവം മാറ്റമില്ലാത്ത ദൈവം അത്രേ. അതുപോലെ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു നാളും മാറ്റം വരികയുമില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളെ കേട്ട ദൈവത്തോട് ചോദിക്കുന്നുണ്ടായിരിക്കാം: ദൈവമേ, അങ്ങ് എന്നോട് ചെയ്ത ഈ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ എനിക്ക് ഒന്ന് തെളിവായി വരും, അല്ലെങ്കിൽ ഏതൊന്നിനാൽ എനിക്ക് ഉറപ്പായി വരും? അങ്ങനെ ചോദിക്കുന്ന വ്യക്തികൾ ഉണ്ട് എങ്കിൽ ഇപ്പോൾ അറിയുക, ദൈവം നമ്മോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മാറ്റമില്ലാത്തവനാ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അബ്രഹാമിനോട് എപ്രകാരമാണ് അരുൾ ചെയ്തത്, അതുപോലെ തന്നെയാണ് എന്നോടും നിങ്ങളോടും അരുൾ ചെയ്തിരിക്കുന്നത്. അതിന് ഒരു നാളും മാറ്റം വരികയില്ല. മരണമില്ലാത്ത ദൈവത്തിന് അവൻ്റെ വാഗ്ദത്തങ്ങൾക്കും ഒരു നാളും മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. അവൻ്റെ വാക്കുകൾ മാറുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആകാശം മാറിയാലും ഭൂതലം നീങ്ങിപ്പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല. ദൈവത്തിൻ്റെ ദയയ്ക്ക് ഒരു ഭംഗവും വരുന്നില്ല. ഇത് ഒന്നാമത്തേത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് ചേർന്നിരിക്കുന്നു. അത് ഒരു നാളും മാറ്റമില്ലാത്തതത്രേ. രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് ഒരു സമയത്തിനായി കാത്തിരിക്കുന്നു. നമുക്ക് വായിക്കാം ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അതിപ്രകാരം പറയുന്നു: ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയും ഇല്ല. ദൈവം ഹബക്കൂക്കിനോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണിത്.
ആ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നു എങ്കിൽ ദൈവം ഹബക്കൂക്കിനോട് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിന്നോട് പറയുന്ന ദർശനത്തെ വേഗത്തിൽ എഴുതുക, ഓടിച്ച് വായിക്കുവാൻ തക്കവണ്ണം എഴുതുക, ഓടി നടന്ന് വായിക്കുവാൻ തക്കവണ്ണം. അത് അർത്ഥമാക്കുന്നത് പണ്ടത്തെ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർക്ക് ജനത്തോട് കാര്യങ്ങളെ അറിയിക്കണം എങ്കിൽ വിളംബരക്കാരെ ഏർപ്പെടുത്താറുണ്ട്. അവർ ഓരോ പട്ടണങ്ങളിലും തെരുവീഥികളിലും പോയി എന്താണോ രാജാവ് അറിയിക്കുന്നത് ആ കാര്യങ്ങളെ ഒച്ചത്തിൽ പെരുമ്പറ മുഴക്കി അല്ലെങ്കിൽ കാഹളം മുഴക്കി വിളിച്ച് പറയാറുണ്ട്. അപ്രകാരമാണ് ദൈവം ഹബക്കൂക്കിനോട് പറയുന്നത്: ഞാൻ നിന്നോട് പറയുന്ന ഈ ദർശനം നീ ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം തെളിവായി പലകമേൽ എഴുതുക. എന്നിട്ട് പറയുന്നു, ഈ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് നമ്മോട് വിളിച്ചു പറയുന്നത് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക്, ദൈവം നൽകിയിരിക്കുന്ന ദർശനങ്ങൾക്ക് ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ട്. ഇവിടെ താഴേക്ക് പറയുകയാണ്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഒന്നാമത് ദൈവം പറയുന്നു അതിനായി ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. 2, അതിൻ്റെ സമാപ്തിയിലേക്ക് അത് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ദൈവത്തിൻ്റെ കാലഘട്ടങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയങ്ങളെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് നമുക്ക് ഒരിക്കലും ആരാഞ്ഞ് അറിയുവാൻ കഴിയുകയില്ല. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, നമ്മുടെ പ്രായം കഴിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ പ്രായം കൂടി വരുമ്പോൾ, കാലഘട്ടം വേഗത്തിൽ മുൻപിലേക്ക് പോകുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് താമസിച്ചു പോകുന്നുവോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് താമസിക്കുകയില്ല. കാരണം അതിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു സമയം ഉണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അതുകൊണ്ട് അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. അത് ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണ്, അത് വരും നിശ്ചയം. എനിക്ക് കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഉണ്ട് എങ്കിൽ, അതിനായി കാത്തിരുന്ന് നിങ്ങൾ നീരസപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം നൽകിയിരിക്കുന്ന ദർശനങ്ങൾക്ക്, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ദൈവം ആക്കി വച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് താമസിക്കുകയില്ല. അതിനായി കാത്തിരിക്കുക. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരിക തന്നെ ചെയ്യും നിശ്ചയം. അതായത് ദർശനത്തിന് ദൈവം ഒരു അവധി വച്ചിരിക്കുന്നു. മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യിരെമ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദർശനങ്ങൾ നിവർത്തിയാകേണ്ടതിന് നമുക്കായി ജാഗരിച്ചു കൊണ്ടേയിരിക്കുന്നു. യിരെമ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അത് പ്രകാരം പറയുന്നു: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം അഥവാ ജാഗ്രത് വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് അരുളി ചെയ്തു. യിരെമ്യാവിനോട് ദൈവം ദർശനങ്ങളെ കാണിച്ച ശേഷം, ദൈവം സംസാരിച്ച ശേഷം യിരെമ്യാവിനോട് പറയുന്നു, നീ ദർശനത്തിൽ എന്ത് കാണുന്നു? യിരെമ്യാവ് പറയുന്നു, ഞാൻ ബദാം വൃക്ഷത്തെ അഥവാ ജാഗ്രത് വൃക്ഷത്തെ കാണുന്നു. അത് കേൾക്കുമ്പോൾ ദൈവം പറയുകയാണ്, നീ കാണുന്നത് ശരി തന്നെ, ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്ന ദർശനങ്ങൾ, പ്രവചനങ്ങൾ അത് നിവർത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊണ്ടേയിരിക്കും. എന്താണ് ബദാം വൃക്ഷത്തിൻ്റെ പ്രത്യേകത? ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ നാട്ടിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നു എങ്കിൽ, ഒരു വർഷം ആരംഭിക്കുമ്പോൾ അതിൽ ഒന്നാമതായി ഏതെങ്കിലും വൃക്ഷത്തിൽ നിന്ന് ഒരു പുതിയ മുള പൊട്ടി പുറപ്പെടുന്നു എങ്കിൽ അത് ബദാം വൃക്ഷത്തിൻ്റെ മുളയായിരിക്കും. ഒരു സീസണിൽ ആദ്യമായി പൂക്കുന്നതും ഫലം കായ്ക്കുന്നതും ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പുകളാണ്. അത് ദൈവത്തിന് നന്നായി അറിയാം. ദൈവം യിരെമ്യാവിനോട് അപ്രകാരം ബദാം വൃക്ഷത്തിൻ്റെ ഉദാഹരണമെടുത്ത് സംസാരിക്കുമ്പോൾ ദൈവം യിരെമ്യാവിനോട് പറയുന്നത്, യിരെമ്യാവേ, മറ്റേതൊരു കാര്യത്തെക്കാളും ഞാൻ പറയുന്ന വചനങ്ങൾ, ഞാൻ പറയുന്ന വാഗ്ദത്തങ്ങൾ അതത്രേ ആദ്യം നിറവേറുന്നത്. മറ്റൊരു തരത്തിൽ നമുക്ക് ഇപ്രകാരം പറയുവാൻ കഴിയും, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സീസണിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒന്നാമതായി നിറവേറുന്നത്. ഇവിടെ ദൈവം പറയുന്നു, ആ വചനങ്ങൾ, ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന്. ഇംഗ്ലീഷിൽ പറയുന്നു, ഐ വാച്ച്, ഞാനത് നോക്കിക്കൊണ്ടേയിരിക്കുന്നു.
ഞാൻ അതിനായി സൂക്ഷ്മതയോടുകൂടെ ജാഗരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിയാകേണ്ടതിന് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നതിനേക്കാൾ ദൈവം അത്രയേ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം. ദൈവമേ, അങ്ങ് എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അങ്ങ് മറന്നുപോയോ? ഇത് ഏത് കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ നിറവേറും? എത്ര കാലം ഞാൻ ഇനിയും അധികമായി ഇതിനായി കാത്തിരിക്കേണ്ടി വരും? എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അത് ദൈവപ്രവൃത്തിയുടെ സീസണിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ മറ്റേതൊരു കാര്യത്തെക്കാളും ആദ്യമായി ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ നിറവേറി വരും. അതിനായി നമ്മളെക്കാൾ അധികമായി ദൈവം അതിന് ജാഗരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് നിരാശ കൈവിടിഞ്ഞ് ദൈവത്തിൽ ഉറപ്പോടുകൂടെ ആയിരിക്കുക. കാരണം എന്നെക്കാൾ അധികമായി, നിങ്ങളെക്കാൾ അധികമായി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ നിറവേറുന്നതിന് നമ്മുടെ സർവശക്തനായ ദൈവം, വാഗ്ദത്തങ്ങളുടെ ഉടയവനാകുന്ന ദൈവം, അവൻ നമുക്കായി ജാഗരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. നാലാമതായി, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ സ്വഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തു യേശുവിലൂടെ അത്രേ. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവം സർവ്വമാനവരാശിക്കുമായി ഒരു വാഗ്ദത്തത്തെ നൽകുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ തലയെ തകർക്കും എന്ന്. ആ വാഗ്ദത്തം ക്രിസ്തു യേശുവിലൂടെയാണ് ലോകത്തിൽ നിറവേറേണ്ടത്. ക്രിസ്തു യേശുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ദൈവം ഈ വാഗ്ദത്തം മാനവരാശിക്ക് നൽകുന്നത്. അതിനുശേഷം മാനവരാശിയുടെ ചരിത്രത്തിൽ മുഴുവനായി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അബ്രാം എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നു. അവിടെ ദൈവം വാഗ്ദത്തങ്ങൾ നൽകുന്നു. ആ വാഗ്ദത്തം ചെയ്തവനായ ദൈവം അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് കൂടെയിരുന്നു. അതിനുശേഷം ഇസ്രായേൽ ജനത്തിലൂടെ മുഴുവനായി കൂടെയിരുന്നു. ഓരോ നാളും ആ ജനത്തെ മുഴുവനായി ക്രിസ്തു യേശുവിൻ്റെ വരവിനായി ഒരുക്കുകയായിരുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, കാലസമ്പൂർണത വന്നപ്പോൾ അല്ലെങ്കിൽ കാലം തികഞ്ഞപ്പോൾ ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തു യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്താണ് ആ കാലസമ്പൂർണത അവിടെ വിളിച്ചു പറയുന്നത്? ആ കാലസമ്പൂർണത വിളിച്ചു പറയുന്നത് ദൈവം നൂറ്റാണ്ടുകൾ കൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ വരവിനു വേണ്ടി ലോകത്തെ ഒരുക്കിയ ചരിത്രം അത്രേ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൽകിയ ആ വാഗ്ദത്തത്തെ നിറവേറ്റേണ്ടതിന് വേണ്ടി ലോകത്തിൻ്റെ ചരിത്രത്തിന് മുഴുവനായി ദൈവം ആ ഒരു സമയത്തിലേക്ക് നയിക്കുകയായിരുന്നു. ക്രിസ്തു യേശുവിൻ്റെ വരവിനായി മാനവരാശിയെ മുഴുവനായി ദൈവം ഒരുക്കുകയായിരുന്നു. സഭാ ചരിത്രത്തെ, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തെ ഒക്കെയും നാം എടുത്ത് പഠിച്ചു നോക്കുന്നു എങ്കിൽ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, വീര്യപ്രവൃത്തികളിലൂടെ തലമുറയായി ദൈവം വെളിപ്പെട്ടു വന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം വാഗ്ദത്തം നൽകി ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചപ്പോൾ പ്രവാചകനാകുന്ന മോശയിലൂടെ, അതിനുശേഷം ന്യായാധിപന്മാരിലൂടെ, അതിനുശേഷം രാജാക്കന്മാരിലൂടെ, ഇങ്ങനെ തലമുറയായി ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തീകരിക്കേണ്ടതിന് മാനവരാശിയെ മുഴുവനായി ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് ക്രിസ്തു യേശുവിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. യേശു കർത്താവ് 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച തൻ്റെ ആയുസ് തികയ്ക്കുമ്പോൾ 33 വയസ്സിൽ താൻ കാൽവരി ക്രൂശിന്മേൽ തൻ്റെ ജീവനെ വച്ചു. യേശു കർത്താവ് തൻ്റെ ജീവനെ കാൽവരി ക്രൂശിന്മേൽ വയ്ക്കുമ്പോൾ ലോകവും പിശാചും ഒരുപോലെ വിചാരിച്ചു, അല്ലെങ്കിൽ ചിന്തിച്ചു, വിശ്വസിച്ചു, ഇതോടുകൂടെ അവസാനിച്ചു, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ദൗത്യം ഇതോടുകൂടെ അവസാനിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രിസ്തു യേശുവിനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനായ ദൈവത്തിൻ്റെ ആത്മാവ്, ആ വാഗ്ദത്തം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നൽകിയ വാഗ്ദത്തം, അത് ക്രിസ്തു യേശുവിൽ നിറവേറേണ്ടതിന് യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണമായിരുന്നു. ആ വാഗ്ദത്തം, ദൈവം നൽകിയ വാഗ്ദത്തം, അത് മരിച്ചു പോകുവാൻ അല്ലെങ്കിൽ അവസാനിച്ചു പോകുവാൻ ദൈവം ഒരു നാളും അനുവദിക്കുകയില്ല. ക്രിസ്തു യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി തീർന്ന ഒന്നിനെയും ഒരിക്കലും ദ്രവത്വം കാണുവാൻ ദൈവം അനുവദിക്കുകയില്ല. യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്രകാരം തന്നെ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അത് ഒരിക്കലും ദ്രവത്വം കാണുകയില്ല, അഥവാ അത് ഒരിക്കലും നശിച്ചു പോവുകയില്ല. ദൈവം നമ്മോട് നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും, അതൊരു പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ സകലതും അതിനെതിരായിരിക്കാം.
നമ്മുടെ അവസ്ഥകൾ സകലതും അതിനെതിരായിരിക്കാം. ഈ ലോകത്തിൻ്റെയും പിശാചിൻ്റെയും ശക്തികൾ അതിന് എതിരായിരിക്കാം. എങ്കിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നത്, എങ്കിലും അത് ദൈവത്തിൻ്റെ സമയം ആകുമ്പോൾ അത് അതിൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുക തന്നെ ചെയ്യും. യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനായ പരിശുദ്ധാത്മാവ് അതേ വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇപ്രകാരം പറയും, ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉൽപ്പാദിതമായി തീർന്നത് ഉരുവായത് ഒന്നും ഒരിക്കലും മരണം കാണുകയില്ല, നശിച്ചു പോവുകയില്ല. ഇന്ന് ഈ വചനം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഉറപ്പിച്ച് പറയുവാൻ കഴിയും, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഒന്നും നിങ്ങളുടെ ജീവിതങ്ങളിൽ നശിച്ചു പോവുകയില്ല. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ അത് ഒക്കെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തെ നമ്മുടെ ജീവിതങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് ഒരു നാളും മാറ്റം വരികയില്ല. ദൈവത്തിൻ്റെ വചനം രണ്ടാമതായി നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ദൈവം ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. അത് താമസിക്കുകയില്ല, അതിനായി കാത്തിരിക്കുക, അത് വരിക തന്നെ ചെയ്യും. മൂന്നാമതായി, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ നിവർത്തീകരിക്കേണ്ടതിന്, തക്ക സമയത്ത് നിവർത്തീകരിക്കേണ്ടതിന് ദൈവം ജാഗ്രതയോടുകൂടെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുക തന്നെ ചെയ്യും. നാലാമതായി ഞാൻ പറഞ്ഞത്, ക്രിസ്തു യേശുവിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തി ആയതുപോലെ, മരണത്തെയും പാതാളത്തെയും ജയിച്ച ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല അവസ്ഥകളെയും, സകല സാഹചര്യങ്ങളെയും, സകല വെല്ലുവിളികളെയും അതിജീവിച്ച ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഉള്ളിൽ ഉൽപ്പാദിതമായി തീർന്നത് ഒക്കെയും അത് പൂർത്തിയാകുക തന്നെ ചെയ്യും. അത് ഒരു നാളും നശിച്ചു പോകുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത് എല്ലായ്പ്പോഴും ഉവ്വ് എന്നും ക്രിസ്തുയേശുവിൽ ആമേൻ എന്നും അത്രേ. ജീവിത സാഹചര്യങ്ങളെ നോക്കി, ജീവിതത്തിലെ അവസ്ഥകളെ നോക്കി ഒരു നാളും തളർന്നു പോകരുത്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം അത്രേ. അത് ഒരു നാളും മാറുകയില്ല. മാറ്റമില്ലാത്തവനായ ദൈവത്തിൻ്റെ വചനം ഒരു നാളും മാറിപ്പോകുകയില്ല. ദൈവത്തിൻ്റെ സ്വഭാവം അത് ഒരു സമയം ദൈവം നമുക്കായി കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം ഓരോ കാലഘട്ടങ്ങളെ, സീസണുകളെ ആക്കി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സകലതും നിവർത്തിയാകുക തന്നെ ചെയ്യും. ദൈവത്തിനായി കാത്തിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തിക്കായി കാത്തിരിക്കുന്ന ദൈവജനമേ, ആ വാഗ്ദത്തങ്ങളൊക്കെയും ദൈവം നിങ്ങളുടെ ജീവിതങ്ങളിൽ നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. ക്രിസ്തുയേശുവിനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം ആ വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേട്ട ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത്, അങ്ങ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്ത നിത്യപിതാവ്. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തിന് അങ്ങ് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ അങ്ങയുടെ മഹത്വത്തിനായി യാത്ര തിരിച്ച അങ്ങയുടെ ജനത്തെ അങ്ങ് ബലപ്പെടുത്തണമേ. കർത്താവേ, ഇന്ന് നാം കേട്ട വചനത്തിലൂടെ ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ അങ്ങ് ക്രിയ ചെയ്യണം. അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് ക്രിയ ചെയ്യണം. അങ്ങയുടെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്ന ജനത്തെ അങ്ങ് ബലപ്പെടുത്തണമേ അപ്പ. അവരുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഒന്ന് കുറയാതെ നിറവേറട്ടെ. തളർന്നു പോയിരിക്കുന്ന മനസ്സുകളെ അങ്ങ് ബലപ്പെടുത്തണം. വാഗ്ദത്തങ്ങൾ ഒന്ന് കുറയാതെ ജീവിതങ്ങളിൽ പ്രാപിച്ച അങ്ങയുടെ സന്നിധിയിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന പേർ വിളിക്ക് യോഗ്യരായി തീരുവാൻ, ഓട്ടങ്ങളെ വിശ്വസ്തയോടെ ഓടുവാൻ തക്കവണ്ണം അവരുടെ കാലുകളെ അങ്ങ് ബലപ്പെടുത്തണം. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പൊന്മുഖം നോക്കിയവർ ഒരു നാളും ലജ്ജിതരായി തീർന്നിട്ടില്ല. അതേ അപ്പം അങ്ങയുടെ ജനം ലജ്ജിച്ചു പോകുവാൻ അങ്ങ് അനുവദിക്കരുത്. അങ്ങയുടെ വാഗ്ദത്തങ്ങളെ ഒന്ന് കുറയാതെ അവരുടെ ജീവിതങ്ങളിൽ നിറവേറ്റണം. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കാം. സകല മാനവും മഹത്വം പുകഴ്ചയും അങ്ങേക്ക് നൽകുന്നു. കൃപയോട് കേൾക്കും നല്ല പിതാവേ, ആമേൻ, ആമേൻ.
ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കായി അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. അവൻ നമ്മെ ലജ്ജിതരായി തീരുവാൻ ഒരു നാളും അനുവദിക്കുകയില്ല. അടുത്ത എപ്പിസോഡിൽ നാം വീണ്ടും കാണുന്നത് വരെ കർത്താവ് നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കാത്തുപരിപാലിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അഡ്രസ്സിൽ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ ശുശ്രൂഷകളെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ മേൽവിലാസം ബഥേൽ മിഷൻസ്, PB നമ്പർ 1, കാഞ്ഞിരംകുളം PO, ട്രിവാൻഡ്രം 695524. ഇമെയിൽ അഡ്രസ് bethelmissionsprayer@gmail.com. മൊബൈൽ നമ്പേഴ്സ് 7034655559, 7034755559. ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8:30 വരെയും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4 മുതൽ 6 വരെയും കാഞ്ഞിരംകുളം ചാണിക്ക് സമീപമുള്ള ഹാളിൽ വെച്ചും എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ കഴക്കൂട്ടം SNDP ഹാളിൽ വെച്ചും നടക്കുന്നു.